എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇളമ്പക്ക ഫ്രൈ ആക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാൻ നോക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വഴറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളക് ചേർക്കുക. എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പൊടികളെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളമ്പക്ക ഇട്ട് കൊടുക്കാം. നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള ഇളമ്പക്കയാണിത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ ചളിയൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊക്കെ ഉള്ളിയൊക്കെ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഇതൊരു കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ കൂടുതൽ സമയം ഇതിന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഇളമ്പക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ നൽകുന്നത്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.